പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 10-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്, കഷ്ടകാലത്തു നീ മറഞ്ഞു കളയുന്നതുമെന്ത്. ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കാത്ത മനുഷ്യരുണ്ടെന്ന് തോന്നുന്നില്ല. വേദപുസ്തകത്തിൽ പേര് പറയപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയവരാണ്. പുതിയ നിയമ ഭക്തന്മാരുടെ കഷ്ടതകൾ എണ്ണമറ്റതാണ്. മിക്കവാറും എല്ലാ കൃപാവരങ്ങളും ഉണ്ടായിരുന്ന പൗലോസ് അനവധി കഷ്ടങ്ങൾ അനുഭവിച്ചതായി വചനം പറയുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിൽ കൂടെ ആയിരുന്നു മക്കദോനിയ സഭകൾ കടന്നുപോയിരുന്നത്. ഭക്തനായ ദാവീദ് എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവഹിതം നിറവേറ്റിയവനുമാണ്. എന്നാൽ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയതായി നിരവധി സന്ദർഭങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ താൻ പ്രാർത്ഥിച്ചിട്ടും ദൈവം തന്നോട് സംസാരിക്കുകയോ തൻ്റെ പ്രതിസന്ധികൾക്ക് ഉടനെ പരിഹാരം ഉണ്ടാവുകയോ ചെയ്തില്ല. അപ്പോഴെല്ലാം താൻ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ഈ അവസരത്തിൽ നീ മുഖം മറച്ചു കളയുന്നു എന്നാണ്. തനിക്ക് നേരിട്ട ഏറ്റവും വേദനാജനകമായ കഷ്ടതയുടെ നടുവിൽ ദൈവം എന്തുകൊണ്ട് തൻ്റെ മുഖം തനിക്ക് മറയ്ക്കുകയും എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ ദൂരത്ത് നിൽക്കുകയും ചെയ്തത് എന്ന് ഭക്തനായ ഇയ്യോബും പരിതപിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നേരിടുന്ന കഠിന ശോധനകളിൽ കൂടെ നടുവിൽ ദൈവം മുഖം മറച്ചു കളഞ്ഞുവോ എന്ന് നാം ചോദിക്കാറില്ലേ? എന്നാൽ നാം ഇങ്ങനെ ചോദിക്കുമ്പോൾ ദൈവം നമ്മെ മറന്നതല്ല, പ്രസ്തുത നമ്മെ കൊള്ളാവുന്നവരാക്കി തീർക്കുവാനും നാം പ്രതിഫലത്തിന് യോഗ്യരായി തീരുവാനും ദൈവം നമ്മെ ഒരുക്കുകയാണ് എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. ദൈവജനത്തിൻ്റെ കഷ്ടതയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരികയും അവരെ ഉദ്ധരിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വിടുതൽ ലഭിച്ച ജനം കാലക്രമേണ ദൈവത്തോടും ദൈവിക ആലോചനകളോടും മത്സരിക്കുകയും ചെയ്തു. അത് നിമിത്തം ദൈവം അവരെ വിട്ടുപോയ അനുഭവങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ മറന്ന് ജീവിച്ചാൽ അവിടെ കഷ്ടതയുടെ നടുവിലും ദൈവം മുഖം മറച്ചു കളയും. ആരാധനയും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ആലോചനയും അവഗണിച്ചാലും അതിനെ നിഷേധിച്ചാലും ദൈവം ദൂരത്ത് നിൽക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുമില്ല. അകൃത്യം ജീവിതത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം മുഖം മറച്ചു കളയും. ദൈവം മുഖം മറച്ചു കളഞ്ഞാൽ ഒരുവന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ദൈവം മുഖം മറച്ചു കളയുകയും ഉത്തരം കൊടുക്കാതിരിക്കുകയും ചെയ്തത് നിമിത്തം തകർന്നുപോയ ശൗലിൻ്റെ അന്ത്യം എത്ര ദയനീയമായിരുന്നു. നാം നന്നായി ജീവിച്ചാലും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചാലും കഠിനമായ ശോധനയിൽ കൂടെ നാം കടന്നു പോകേണ്ടതായി വരും. ഒരുപക്ഷെ ആ സമയങ്ങളിലെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടായില്ലെന്ന് വരും. പ്രിയ ദൈവവൈതലേ, നാം ചിന്തിക്കുന്നത് പോലെ ദൈവം നമ്മെ മറന്നതല്ല, മറിച്ച് ദൈവം ചിലത് പഠിപ്പിക്കുവാനും ചിലത് ദൈവം നമുക്ക് ഉത്തരം നൽകാതിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. നമ്മെ ചിലത് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ചില പ്രാർത്ഥനയുടെ മറുപടികൾ നമുക്ക് നൽകാതിരിക്കുന്നത്. ഹല്ലേലൂയ. യോസഫിനെ തകർക്കുവാൻ അല്ല, മറിച്ച് തൻ്റെ ദർശനത്തിലേക്കും തൻ്റെ വാഗ്ദത്തങ്ങളിലേക്കും എത്തിക്കുവാൻ വേണ്ടിയായിരുന്നു തൻ്റെ കഠിന ശോധനകൾ. ഈ ശോധനയും വേദനയും കഴിയുമ്പോൾ നമുക്കായി ഒരു ഉയർച്ച ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രഭാതം വിശ്വസിക്കാമോ? ഈ 7-ാം മാസം ചില യെരിഹോ മതിലുകൾ നിന്റെ മുന്നിൽ ഇടിഞ്ഞു വീഴും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. വിശ്വസിക്കാമോ? ഈ പ്രഭാതം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്, കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്തെന്ന് ഭക്തനോടുകൂടെ അനേക പ്രാവശ്യം ഞങ്ങളും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളുടെ അപ്പൻ മറന്നു പോയതല്ല, മറഞ്ഞു കളഞ്ഞതല്ല, ദൂരത്ത് നിന്നതല്ല. ഞങ്ങളെ ചിലത് പഠിപ്പിക്കുവാൻ, ചിലത് ഞങ്ങളെ കർത്താവേ ഞങ്ങളെ ശോധന ചെയ്യുവാൻ
ഞങ്ങളുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ വന്നത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, കർത്താവെ, അനേക കുഞ്ഞുങ്ങൾ പലവിധമായ കഷ്ടതകളിൽ കൂടെ, ആമേൻ, വേർപാടിൻ്റെ ദുഃഖങ്ങളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, മാനസിക നിരാശകളിൽ, തലമുറകളെ ഓർത്തുള്ള ഭാരം, തലമുറയില്ലാത്ത ഭാരം, ഭവനമില്ലാത്ത ഭാരം, ഉപജീവനമില്ലാത്ത ഭാരം, ആമേൻ, എത്രയെത്ര ആമേൻ ശോധനകളിൽ കൂടെ തൻ്റെ മക്കൾ കടന്നു പോകുന്നു. ഇന്ന് പ്രഭാതം ഈ ശബ്ദം തൻ്റെ മക്കളെ പൊന്നുപോലെ പുറത്തെടുക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശോധനകളും നീങ്ങി കർത്താവ് ഈ 7-ാം മാസം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജഗത്തിൻ്റെ നാളുകളാക്കി തീർക്കണം, അത്ഭുതങ്ങളുടെ നാളുകളാക്കി തീർക്കണം. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.